بركاته ومغفرته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. المرء مع من أحب. قال رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ ഖുർറത്തുസ് സാദാത്ത് തങ്ങൾ അവരെ സ്നേഹിച്ച് മഹബത്ത് വെച്ച് ബഹുമാനിച്ച് നാം സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടി അള്ളാഹു എല്ലാ നിലയിലും സ്വീകരിച്ച് ഇരുലോകത്തും അള്ളാഹു ഇതുകൊണ്ട് നമുക്ക് അള്ളാഹു ഫലം ചെയ്യുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഖുർറത്തുസ് സാദാത്ത് മഹാനായ കൂറ തങ്ങൾ അവർകൾ നവ്വറല്ലാഹു മർഖദഹു വനഫഅനല്ലാഹു ബിഹി ഫിദ്ദാറൈൻ. ബഹുമാനപ്പെട്ടവർ വഫാത്തായി ഇന്നേക്ക് 22ാമത്തെ ദിവസമാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായത് മുതൽ തങ്ങളുടെ ഹളറത്തിലേക്ക് ഓരോ നിമിഷവും ലക്ഷക്കണക്കിലുള്ള ഫാത്തിഹകളും ഇഖ്ലാസും മുഅവ്വിദത്തൈനും ആയിരക്കണക്കിലുള്ള യാസീനുകളും ഖത്മുൽ ഖുർആനും കോടിക്കണക്കിലുള്ള തഹ്ലീലുകളും മറ്റുള്ള സൽക്രമങ്ങളും ദാനധർമ്മങ്ങളും മുഅ്മിനീങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നാം ഒരുമിച്ച് കൂടിയത് മദനി പണ്ഡിതന്മാരാണ്. ഈ അനുസ്മരണ പരിപാടി കർണാടക മദനീസ് നടത്തുന്ന പരിപാടിയാണ്. എല്ലാവരെ പോലെ മദനികളും ബഹുമാനപ്പെട്ട ഖുർറത്തുസ് സാദാത്ത് മഹാനവറുടെ അനുസ്മരണ പരിപാടികൾ അവരുടെ വീടുകളിലും നാടുകളിലും പള്ളികളിലും മദ്രസകളിലും അല്ലാത്ത നിലയിലും നടത്തിയിട്ടുണ്ട്. അതെല്ലാം ചെയ്യലോടുകൂടെ ഇന്ന് പ്രത്യേകമായി മദനികളെല്ലാം ഒരുമിച്ച് കൂട്ടിയുകൊണ്ട് മഹാനായ തങ്ങൾ അവരുടെ ഹളറത്തിൽ വെച്ച് ഈ ഒരു അനുസ്മരണ പരിപാടി നാം നടത്തുന്നത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ഖുർറത്തുസ് സാദാത്ത് മഹാനവറുകൾ നമ്മുടെ എല്ലാവരുടെയും മുഹല്ലത്തിൻ്റെ ഖാദിയാണ്, നമ്മുടെ ആത്മീയമായ നേതൃത്വമാണ്, സയ്യിദാണ്, അഹ്ലു ബൈത്ത്, പണ്ഡിതനാണ്. അതൊക്കെ ഉള്ളതോടുകൂടെ ബഹുമാനപ്പെട്ടവർ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ഗുരുവര്യരായ നമ്മുടെ ഷെയ്ഖും മുസ്താദുമായ ഷെയ്ഖുന വമുർഷിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവറുടെ സുപുത്രനാണ് എന്നുള്ള ബന്ധം കൂടി മദനികൾക്കുണ്ട്. ഖൈറു ആബായിക്കും മൻ അല്ലമക്കും, പഠിപ്പിച്ച ഉസ്താദന്മാരും എല്ലാവരും അവരവരുടെ ആത്മീയ പിതാക്കളാണ്. ആത്മീയ പിതാവിൻ്റെ മകനെന്ന നിലക്ക് നമുക്ക് മഹാനായ ഖുർറത്തുസ് സാദാത്ത് മഹാനായ തങ്ങളോട് ഒരു പ്രത്യേകമായ ബന്ധം നമുക്കുണ്ട്. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ നാമധേയത്തിലുള്ള സയ്യിദ് മദനി അറബിക് കോളേജിൽ പഠിച്ചവരാണ് മദനി ഉസ്താദന്മാർ. അതേ കോളേജിൽ മദനി ബിരുദം നേടിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഖുർറത്തുസ് സാദാത്ത് അവർകൾ. അപ്പം ആ നിലക്ക് മദനി എന്ന നിലക്കും മദനികൾക്ക് തങ്ങളോട് വലിയ കടപ്പാടുണ്ട്. ഇതെല്ലാം കണക്കിൽ വെച്ചുകൊണ്ടാണ് പ്രത്യേകമായ ഒരു കൂട്ടം, ഒരു സംഗമം ഇന്ന് നാം നടത്തുന്നത്.
അതോടൊപ്പം തങ്ങളുടെ ഹളറത്തിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മഹാന്മാരുടെ ഹളറത്തിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളായ ആലിമീങ്ങളുടെ ഹളറത്തിലേക്ക്, അവരുടെ മഖബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നാം പോകുന്നത് അത് ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് സൂറത്തുൽ ഇസ്രാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വശരീരത്തോടെ അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചു. എന്താണ് അതിൻ്റെ കാരണം? ഏറ്റവും പുണ്യമേറിയ പള്ളി അത് മസ്ജിദുൽ ഹറാമാണ്. നമുക്കറിയാം, ഹദീസ് നമ്മെ പഠിപ്പിച്ചതുപോലെ മസ്ജിദുൽ ഹറാമിൽ ചെയ്യുന്ന ഓരോ സൽക്രമങ്ങൾക്ക് 10,000 സൽക്രമങ്ങളുടെ പ്രതിഫലമാണ്, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ പ്രതിഫലമാണ്. എന്നാൽ മസ്ജിദുൽ അഖ്സയിൽ ചെയ്യുന്ന ആ സൽക്രമത്തിന് ഒന്നിന് 1000 സൽക്രമത്തിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ 10,000 പ്രതിഫലം കിട്ടുന്ന പള്ളിയിൽ നിന്ന് 1000 പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയത് എന്തിനാണ്? അത് അല്ലാഹു വിശദീകരിച്ചു, ബാറക്നാ ഹൗലഹു, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഞങ്ങൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ അവിടെ എന്താണ് അല്ലാഹു തആല ബറക്കത്ത് ചെയ്തത്? എന്താണ് അതിൻ്റെ കാരണം? ഖുബൂറുൽ അംബിയാഇ വസ്സാലിഹീൻ, അമ്പിയാക്കളുടെയും ഔലിയാക്കന്മാരുടെയും ഖബറാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ മഹാനായ ഖുർറത്തു സാദാത്തിന്റെ ഹളറത്തിൽ നാം വന്നത് ഇത് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ബറക്കത്തും റഹ്മത്തും ചൊറിയുന്ന ഒരു സ്ഥലമാണ്, ഇറങ്ങുന്ന സ്ഥലമാണ്. ആ ബറക്കത്ത് നമുക്കും കിട്ടാൻ വേണ്ടിയാണ് നാം ഇവിടെ വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു തആല അങ്ങനെ നമുക്കെല്ലാവർക്കും ആ ബറക്കത്ത് തന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ സ്വാഗതമാണ് പറയേണ്ടത്, നീട്ടി സംസാരിക്കുന്നില്ല. മഹാന്മാരുടെ അനുസ്മരണ നടത്താൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് അമ്പിയാക്കളെയും ഔലിയാക്കളെയും വദ്കുറു എന്ന് തുടങ്ങിക്കൊണ്ട് അവരെ അനുസ്മരിക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആനിൽ കാണാം, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ഞാൻ മരിച്ചാൽ വഫാത്തായാൽ എൻ്റെ കാലത്തിന് ശേഷം വരുന്നവരൊക്കെ എന്നെ എന്നും അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം, എൻ്റെ മദ്ഹുകളും ബഹുമതികളും അവരൊക്കെ പറയണം. അങ്ങനെയുള്ള ഒരു അവസ്ഥ വിശേഷം എനിക്ക് നീ ചെയ്തു തരണേ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടതായിരിക്കുന്ന മുഅ്മിനീങ്ങളെ, എന്തിനാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാനുള്ള കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഒരു സ്ഥാനമാനങ്ങൾ ഉദ്ദേശിച്ചതല്ല. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ലക്ഷ്യം വെച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ച, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന, ഞാൻ ചെയ്തിരുന്ന നല്ലതായിരിക്കുന്ന നന്മകൾ അത് ആളുകളുടെ മുമ്പിൽ പറയപ്പെടണം. എന്നിട്ട് ലിയുഖ്തദാബി, അതുകൊണ്ട് അതിന് ആളുകൾ പിൻപറ്റണം. ഈ ലക്ഷ്യത്തോടെയാണ് എൻ്റെ അനുസ്മരണ. എന്നെക്കുറിച്ച് ആളുകൾ പിൻകാലത്ത് വരുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുമ്പോൾ, ഇത്തരം മഹാന്മാരുടെ സദസ്സിൽ വന്ന് അവരുടെ ബഹുമതികൾ പറയുമ്പോൾ, അവരുടെ ജീവിതത്തിൻ്റെ മറ്റ് നന്മകൾ പറയുമ്പോൾ, അതൊക്കെ നമുക്ക് മാതൃകയാണ്, അതൊക്കെ നമുക്ക് പിൻപറ്റാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം അനുസ്മരണ പരിപാടികൾ നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്നു. ആ മഹാന്മാരുടെ ജീവിതത്തിൽ അവർ എന്തെല്ലാം ചെയ്ത് ആ മഹത്തായ സ്ഥാനത്തേക്ക് അവർ എത്തിയോ അതൊക്കെ പറയപ്പെടുമ്പോൾ നമുക്കും അങ്ങനെ ആകണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അത് നമുക്കൊരു പ്രചോദനയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്തിനെ കുറിച്ച് നാം പറഞ്ഞതല്ല, മഹത്തുക്കളായ വലിയ വലിയ നിരവധി പണ്ഡിതന്മാർ, വലിയ വലിയ നിരവധി സാദാത്തുക്കൾ അവിടത്തെ കുറിച്ച് ആ മഹാനായ തങ്ങൾ വഫാത്തായത് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടേ ഉണ്ട്. ധാരാളം മഹത്വങ്ങൾ പറഞ്ഞു. അവിടുത്തെ വ്യക്തിത്വം,
അവിടുത്തെ താൽമ, അവിടുത്തേതായിരിക്കുന്ന ഇബാദത്ത്, അവിടുത്തേതായിരിക്കുന്ന ആ ഖുർആൻ ഓത്ത്, അവിടുത്തേതായിരിക്കുന്ന ധീരത, അവിടുത്തെ ആ തവക്കുൽ, ഇതൊക്കെയും മഹാന്മാർ തങ്ങളെക്കുറിച്ച് നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നു. അതൊക്കെയും നമുക്ക് മാതൃകയാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ നാം അനുസ്മരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇവിടെ സജ്ജനങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായ നല്ല മുഅ്മിനീങ്ങളായ ആളുകൾ, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് അവർ പറഞ്ഞു, അതിൽ അടിയുറച്ച് വിശ്വസിച്ചു. എന്നിട്ട് സുമ്മസ്തഖാമു, ആ അല്ലാഹു പറഞ്ഞതുപോലെ, അല്ലാഹു കൽപ്പിച്ചതുപോലെ അവർ ജീവിച്ചു. മഹാനായിരിക്കുന്ന തങ്ങളെ കുറിച്ച് നമുക്കറിയാം, തങ്ങളുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രമായിരുന്നു. തങ്ങൾ നടന്നതും അല്ലാഹുവിന് വേണ്ടി, സംസാരിച്ചതും അല്ലാഹുവിന് വേണ്ടി. തങ്ങളുടെ വഫാത്ത് വരെ തങ്ങൾ പ്രവർത്തിച്ചത് മുഴുവനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, സമത്ത് പണത്തിന് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടിയായിരുന്നില്ല. മുഴുവനും ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. റബ്ബുനല്ലാ എന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും, ഏത് ബുദ്ധിമുട്ട് വരുന്ന സമയത്തും, ഏത് എതിർപ്പ് വരുന്ന സമയത്തും അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ പതരാതെ നിന്ന മഹാനാണ് ഖുർറത്തു സാദാത്ത് മഹാനവർകൾ. എന്നിട്ട് സുമ്മസ്തഖാമു, ബഹുമാനപ്പെട്ട തങ്ങളുടെ ഇസ്തിഖാമത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ ധാരാളം പറഞ്ഞു. അവിടുത്തെ കുടുംബങ്ങൾ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുകയും ആ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അല്ലാഹുവിനെ എല്ലാ നിലയിലും സദാ സമയത്തും അല്ലാഹുവിനെ ഓർത്ത് അങ്ങനെ ജീവിച്ചു. അല്ലാഹു കൽപ്പിച്ചതുപോലെ അങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചവർ മരിക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്ത് അവരുടെ മുമ്പിൽ വരും. എന്നിട്ട് അവർ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട. ഈ പേടിക്കണ്ട എന്നതിന് നിരവധി പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ ധാരാളം അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലാ തഹ്സനു, നിങ്ങൾ ബേജാറാകണ്ട, ഇതിനും നിരവധി അർത്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു തഫ്സീരിൽ ഞാൻ കണ്ടു, അലാ വലാ തഹ്സനു അലാ മാ ഖല്ലഫ്തും മിൻ അഹ്ലിൻ വ വലദിൻ, നിങ്ങൾ ഇവിടെ വഹിച്ചിട്ട് പോകുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ മക്കൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ എന്തായി പോകും, അവരാരേറ്റെടുക്കും എന്ന് നിങ്ങൾ ടെൻഷനാക്കേണ്ടതില്ല. അത് നാം ഏറ്റെടുത്തിരിക്കുന്നു. ഫഇന്നാ നഖ്ലുഫുകും ഫീ ദാലിക കുല്ലിഹി, അത് മുഴുവനും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മരണത്തിന്റെ സമയത്ത് റബ്ബിന്റെ ഓർഡർ പ്രകാരം അഥവാ റബ്ബ് അവരോട് വിളിച്ചു പറയും. മഹാനായിരിക്കുന്ന തങ്ങളുടെ വഫാത്തിന്റെ സമയം അത് അനുഭവിച്ച് കണ്ടറിഞ്ഞ മക്കൾ പറഞ്ഞില്ലേ, മക്കളെയും ഭാര്യയെയും ഒക്കെ വിളിച്ചുകൊണ്ട്, ഞാൻ അല്ലാഹുവിലേക്ക് യാത്ര പോവുകയാണ്, നിങ്ങളാരും പേടിക്കേണ്ടതില്ല, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു തങ്ങൾ ഉറക്കെ പറയണമെങ്കിൽ അതാണ് അല്ലാഹുവിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന സന്ദേശം. വലാ തഹ്സനു, നിങ്ങളുടെ ഭാര്യ മക്കളുടെ വിഷയത്തിൽ മറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, റബ്ബായ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തങ്ങളോട് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഭാര്യ മക്കളോട് ഇത്ര ധൈര്യത്തോടെ തങ്ങൾക്ക് പറയാൻ സാധിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, അല്ലാ തഖാഫു അലാ മാ തഖ്ദമൂന അലൈഹി മിൻ അംരിൽ ആഖിറ, മരിച്ചു പോവുകയാണ്, ഖബറിലേക്കാണ് യാത്ര, ഖബർ കഴിഞ്ഞാലും ഐശ്വര്യയാണ്, സിറാത്തുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഹിസാബുണ്ട്, കിതാബുണ്ട്. ഇതൊക്കെയും ഒരു മനുഷ്യൻ മരണത്തിന്റെ സമയം മുമ്പിൽ കണ്ടുകൊണ്ട് പേടിക്കപ്പെടേണ്ട ഭയാനകമായ സംഗതികളാണ്. ഇതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് സമാധാനം വരുന്നു. വലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതുകൊണ്ടല്ലേ തങ്ങൾ
തങ്ങൾ പറഞ്ഞത് വളരെ സന്തോഷത്തോടെ, ഇന്ന് ഇതാ എൻ്റെ വീട്ടിലേക്ക് നല്ല അതിഥികൾ വരുന്നുണ്ട്, നിങ്ങൾ ഡോറുകളൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുക. തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിലേക്ക് യാത്ര പോവുകയാണ്, തങ്ങൾക്ക് വെപ്രാളമില്ല, ബേജാറില്ല, പേടിയില്ല, വളരെ ധൈര്യത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യം, ആ കലിമത്തു തൗഹീദ് പരസ്യമായി ഉറക്കെ പറഞ്ഞുകൊണ്ട് തങ്ങൾ വഫാത്തായത്. എന്തുകൊണ്ട്? തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ആ വിളിവാലം, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ആ സന്തോഷ വാർത്ത തങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടല്ലേ ഈ നിലക്ക് വളരെ നല്ല വ്യക്തിയായി നമുക്ക് എല്ലാ നിലയിലും മാതൃകയായുകൊണ്ട്, ഒരു സജ്ജനനായ ഒരു സ്വാലിഹായ ഒരു വ്യക്തിയായുകൊണ്ട് നമ്മോടൊപ്പം ജീവിച്ചു. ആ നിലക്ക് തന്നെ സ്വാലിഹീങ്ങൾ മരിച്ചു പോകുന്നത് പോലെ വളരെ നല്ല നിലയിൽ തങ്ങൾ നമ്മിൽ നിന്ന് വഫാത്തായി പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറിയ പ്രായത്തിലാണ്, അതായത് ചെറിയ പ്രായമെന്ന് പറഞ്ഞാൽ തങ്ങളെ കുറിച്ച് ഇത്ര പെട്ടെന്ന് മരിച്ചു വഫാത്തായി പോകുമെന്നും ആരും കരുതിയതല്ല. ബഹുമാനപ്പെട്ടവർക്ക് 64-ാമത്തെ പ്രായമാണ് വഫാത്തിന്റെ സമയം. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അതിന്റെ പേരിൽ ബേജാറായവരാണ്, കരഞ്ഞവരാണ്. ഇന്നലെ ഞാനൊരു നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്തോ ആവശ്യത്തിന് ഫോൺ വിളിച്ചു. ആ സ്ത്രീ പറഞ്ഞു, തങ്ങൾ വഫാത്തായത് മുതൽ ഞങ്ങളൊക്കെ കരച്ചലിലാണ്, ദുഃഖത്തിലാണ്. അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളും ആ വിഷമത്തിലുണ്ട്, ബേജാറിലുണ്ട്. ഒരു പണ്ഡിതൻ വഫാത്തായാൽ, ഒരു പണ്ഡിതൻ വഫാത്തായാൽ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ പേരിൽ കരയൽ സുന്നത്താണ്, കരച്ചൽ സുന്നത്താണ്. അദ്ദേഹം മരിച്ചുപോയി എന്നതിന്റെ പേരിലല്ല, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകൾ, അറിവുകൾ, അദ്ദേഹത്തിന്റെ ദുആകൾ, അദ്ദേഹത്തിന്റെ ബറക്കത്തുകൾ ഐഹികമായി ഭൗതികമായി നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന നിലയിൽ മുഅ്മിനീങ്ങൾ ദുഃഖിക്കും, കരയേണ്ടതാണ് എന്ന് മഹാന്മാർ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ വഫാത്തായി. എന്നാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അത് ആഖിറത്തിലേക്ക് തങ്ങൾക്ക് വലിയ ഒരു നന്മക്കുള്ള വഫാത്തായിരിക്കാം. കാരണം തങ്ങൾ വഫാത്തായി ഇന്നത്തെ 22 ദിവസമായി. ഇന്ന് തങ്ങളുടെ ഹദറത്തിലേക്ക് ആയിരക്കണക്കിലുള്ള ഖത്മുൽ ഖുർആൻ, ലക്ഷക്കണക്കിലുള്ള കോടിക്കണക്കിലുള്ള തഹ്ലീലുകൾ, നിരവധി ആയിരക്കണക്കിലുള്ള ഫാത്തിഹകളും ഇഖ്ലാസ് സൂറത്തുകളും മഅബിദത്തൈനും യാസീനും കോടിക്കണക്കിലുള്ള അന്നദാനങ്ങളും മറ്റുള്ള സദഖകളൊക്കെയും തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തി. ഈ 22 ദിവസത്തിലല്ല, 22 കൊല്ലം ചെയ്ത് തീർക്കാൻ തങ്ങൾക്ക് സാധ്യമാവാത്ത നന്മകൾ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തങ്ങളുടെ മഹാന്റെ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. അള്ളാഹു താല തങ്ങളുടെ ദറജ അള്ളാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമുക്കെല്ലാവർക്കും അള്ളാഹു ധാരാളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അള്ളാഹു താല ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തങ്ങളെ ഞാൻ മഹബത്ത് വെച്ചു, എല്ലാ സാദാത്തുക്കളെ നാം മഹബത്ത് വെക്കുന്നു, എല്ലാ ഔലിയാക്കന്മാരെയും മഹബത്ത് വെക്കുന്നു, ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്നു. എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്? അള്ളാഹുവിന്റെ സ്നേഹമാണ്. വജബത്ത് മഹബത്തി ലിൽ മുതഹബ്ബീന ഫിയ, എന്റെ കാര്യത്തിൽ ആരാണ് പരസ്പരം സ്നേഹിക്കുന്നത് അവർക്ക് എന്റെ മഹബത്ത് ലാസിമാണ്, നിർബന്ധമാണ് എന്ന് അള്ളാഹു വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം മഹാന്മാരെ സ്നേഹിക്കൽ കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ മഹബത്ത് നമുക്ക് ലഭിക്കുന്നുമല്ല. അള്ളാഹ് പറഞ്ഞത് വജബത്ത്, അത് നിങ്ങൾക്ക് ലാസിമാണ്, നിർബന്ധമാണ്. എന്റെ മഹബത്ത് അവർക്ക് ലഭിക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചതാണ്, അള്ളാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തരം മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ടാണ്, മഹബത്ത് വെച്ചുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നാം നടത്തുന്നത്. അള്ളാഹു താല അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മഹാന്മാരുടെ ബറക്കത്ത് ലഭിക്കാനും അള്ളാഹുവിന്റെ മഹബത്ത് ലഭിക്കാനും ഇതൊക്കെ കാരണമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതായിരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ മദനീസ് അസോസിയേഷൻ അത് വളരെ നല്ല പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ താജുൽ ഉലമാ ഖദ്ദസുല്ലാഹു തആല സിർറുൽ അസീ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ തങ്ങൾ നമുക്ക് വേണ്ടി മദനീസ് രചിച്ചു തരുകയും ഹയാത്ത് കാലത്ത് മുഴുവനും ആത്മീയമായും ഭൗതികമായും അതിന് നേതൃത്വം നൽകുകയും വഫാത്തിന് ശേഷം ആത്മീയമായി ആ സംഘടനക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സംഘടനയാണ് മദനീസ് എന്നുള്ളത്. അതിൻ്റെ കർണാടക രാജ്യസമിതിയാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടിയുടെ നേതൃത്വം അധ്യക്ഷത വഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങൾ ഉജിര മദനി അവറുകളാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം എത്താനായി
ബഹുമാനപ്പെട്ടവർ മദരീസിന്റെ കടിഞ്ഞാണ് പിടിച്ച് എല്ലാ നിലയിലും വളരെ സമർത്ഥനായ നിലയിൽ എല്ലാ അതിന് ചെയ്തു തരേണ്ട സർവ്വതും ചെയ്തു തന്നുകൊണ്ട് ആ മദരീസിനെ അതാ നല്ല നിലയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ സദസ്സിലേക്ക് എത്തും. അദ്ദേഹത്തിന് എല്ലാ നിലയിലും വളരെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം പറയുന്നു. ബഹുമാനപ്പെട്ടവർ ഈ പരിപാടിയൊക്കെ നടത്തുമ്പോൾ പറഞ്ഞു, ചെലവിൻ്റെ കാര്യം മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഏത് പരിപാടി നടത്തുമ്പോൾ തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. സാമ്പത്തികമായ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, അതെല്ലാം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് എല്ലാ നിലയിലും ഒത്താശ ചെയ്തു തരുന്ന നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങൾ ഉജിര. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തീർത്ഥാടനം വളരെ വിദൂരത്തിൽ നിന്ന് 200ഓളം കിലോമീറ്റർ യാത്ര ചെയ്തു. നമുക്കറിയാം ശിരാടി ഘാട്ടിയാകട്ടെ അല്ലെങ്കിൽ ചാർമടിയാകട്ടെ വളരെ പ്രയാസമാണ് യാത്ര ചെയ്യാൻ. ആ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിലേക്ക് ഞാൻ എത്തുമെന്ന് കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മദനീസ് കേന്ദ്ര സമിതിയുടെ അതിൻ്റെ അധ്യക്ഷനാണ്. മാത്രമല്ല ആ മദനീസിന് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് സദാസമയത്തും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് ആ മഹത്തായ സംഘടനയെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മൊറ തീർത്ഥാടനം. അള്ളാഹു താല തങ്ങൾക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ്സും അള്ളാഹു താല നൽകട്ടെ. തങ്ങളുടെ അനുജൻ അടുത്ത വഫാത്തായി പോയി ചെയ്ത് സാദാത്തു തങ്ങൾ അള്ളാഹു താല ദറജ അള്ളാഹു വെറ്റി കൊടുക്കട്ടെ, കബറിടം അള്ളാഹു താല സന്തോഷമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അനുസ്മരണ പ്രസംഗം നടത്തുന്നത് നാം സാധാരണ കന്നഡയിൽ പറയാറുണ്ട് ഒരു സംഘടന അതിൻ്റെ ബെണ്ണെലുബ് എന്ന്. ആ നിലയ്ക്ക് ഇവിടെ മദനീസിൻ്റെയും ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും SMAയുടെയും മറ്റു സുന്നത്ത് ജമാഅത്തിൻ്റെയും അതിൻ്റെ ബെണ്ണെലുബായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജപ്പ് അബ്ദുറഹ്മാൻ മദനി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇവിടെ അനുസ്മരണ പരിപാടി നടത്തും. ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ പ്രസംഗവേദിയിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ബഹുമാനപ്പെട്ട കൂളൂർ ബഷീർ മദനി ഉസ്താദ് നമ്മോടെ ഇവിടെ അനുസ്മരണ പ്രസംഗം നടത്തും. ബഹുമാനപ്പെട്ടവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ നിരവധി പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ കർണാടക മദനീസിന്റെ ഉപാധ്യക്ഷനായ ബഹുമാനപ്പെട്ട പണ്ഡിതനായ അബ്ദുൽ ഹമീദ് മദനി ഉസ്താദ് അജ്ലമുഗർ ഉസ്താദ് നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മദനീസ് കർണാടക സ്റ്റേറ്റ് അതിൻ്റെ സെക്രട്ടറിമാരുള്ള ഒരാളായ ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് മദനി ഉസ്താദ് മഞ്ഞനാടി നമ്മുടെ വേദിയിലുണ്ട്. അങ്ങനെ നിരവധി പണ്ഡിതന്മാർ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ല വെസ്റ്റ് ഈസ്റ്റ് അതിൻ്റെ അധ്യക്ഷന്മാർ ഇവിടെയുണ്ട്, അതിൻ്റെ സെക്രട്ടറിമാർ ഇവിടെയുണ്ട്, അതിൻ്റെ ട്രഷറർമാർ ഇവിടെയുണ്ട്. അതുപോലെ പുത്തൂർ ബെൽത്തങ്കടി അതുപോലെ ബണ്ട്വാൾ മാംഗ്ലൂർ ഉള്ളാള ആ താലൂക്ക് മദനീസിൻ്റെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അതിൻ്റെ ട്രഷറർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ വളരെ ആത്മീയമായി സ്വാഗതം പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി ഇവിടെ നടത്തണമെന്ന് കരുതിയപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ദീർഘകാലം തങ്ങളോടൊപ്പം ജീവിച്ചു, തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് തങ്ങളുടെ മഹബത്ത് കരസ്ഥമാക്കാൻ സൗഭാഗ്യം ലഭിച്ച നമ്മുടെ ഖുറ അംജദ് ഉസ്താദ് ഈ പരിപാടി നമ്മൾ വന്നത് ഈ പരിപാടി തുടങ്ങുന്ന സമയത്താണ്. അതിനു മുമ്പുള്ള എല്ലാ വ്യവസ്ഥകളും ചെയ്ത് എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അതൊക്കെ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അംജദ് ഉസ്താദ് അള്ളാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് സ്വാഗതം പറയുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഖുറ എന്ന മഹത്തായ ജമാഅത്തിന്റെ അധ്യക്ഷൻ അബൂബക്കർ റാജ് ഫോൺ വിളിച്ചിട്ടുണ്ട്, വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. പരിപാടി തീർന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. ഇവിടെ ധാരാളം മുത്തഅല്ലിമീങ്ങളുണ്ട്, തങ്ങളുടെ സിയാറത്തിന് വന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, പരിസര നിവാസികളായ മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിക്കാതെ വിദൂര നാടുകളിലുള്ള മദനിമാരുണ്ട്, പ്രത്യേകിച്ച് വിദേശ നാടുകളിലുള്ള മദനിമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അവർക്കൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഈ പരിപാടി ബഹുമാനപ്പെട്ട അബ്ദുള്ള മദനി ഉസ്താദ് കുഞ്ചില അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു 5000 രൂപ എൻ്റെ വകയിൽ പരിപാടിക്ക് വേണ്ടി ഞാൻ തരാമെന്ന് അദ്ദേഹം ഏറ്റെടുത്തു. നമ്മുടെ കന്യാർകോടി അബ്ദുൽ ഖാദിർ മദനി ഉസ്താദ് അതിന് വേണ്ടുന്ന അറിയൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. വേറെ നമ്മുടെ സിദ്ദീഖ് മദനി ഉസ്താദ് അദ്ദേഹം അതിന് വേണ്ടിയുള്ളായിരിക്കുന്ന പഞ്ചസാരൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പലരും ഇതിന് വേണ്ടിയുള്ള സഹകരിച്ചിട്ടുണ്ട്. ആരോടും വലിയ നില ചോദിച്ചിട്ടല്ല, മനസ്സറിഞ്ഞ് എല്ലാവരും തന്നിട്ടുണ്ട്. അത്
അതിലേറെ ഇവിടെ വന്ന നൂറുകണക്കിലുള്ള മദനി ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും സന്തോഷവും അല്ലാഹു തആല ഏറ്റുകൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് തങ്ങളുടെ മക്കൾ ഈ പരിപാടിയിൽ ഇല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഹാനായ സയ്യിദുന ബഹുമാനപ്പെട്ട ശൈഖുന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉസ്താദിന്റെ 11ാമത്തെ ഉറൂസിന്റെ സ്വാഗത സമിതി ഇന്ന് രചിക്കുകയാണ്. അതിൻ്റെ പരിപാടിയാണ് എട്ടിക്കുളത്ത് നടക്കുന്നത്. അങ്ങനെ സാദാത്തുക്കളൊക്കെ അവിടെ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാമനിക മദനി ഉസ്താദും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്, അദ്ദേഹം അവിടെയുണ്ട്. ഖാലിദാജി ഇതിനോട് സഹകരിക്കുന്ന ആളാണ്, അദ്ദേഹം അവിടെയുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് മഹാനവരുടെ മക്കൾ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ കൊല്ലം ഇതിനു മുമ്പുള്ള കൊല്ലങ്ങളിലൊക്കെ ഈ ഉറൂസിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് നേതൃത്വം നൽകാൻ ഖുർറത്തു സാദാത്ത് ഓടി നടന്നു, അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു, അതിനു വേണ്ടി നേതൃത്വം നൽകിയിരുന്നു. തങ്ങൾ ഇതാ ഇപ്പോൾ ഇവിടെ വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നു. അതുകൊണ്ട് താജുൽ ഉലമയുടെ മക്കളായ നാം ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉറൂസിന് വേണ്ടി എല്ലാ നിലയിലും നാം പ്രവർത്തിക്കണം. വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഒരു കാര്യം കൂടി അവസാനമായി, മദനികളായ എല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്ത. ഇൻഷാ അല്ലാഹ് നമ്മുടെ കോളേജിന്റെ എല്ലാ ഉസ്താദന്മാരും വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും വലിയ മഹത്വമുള്ളവരാണ്. അവർ പലരും അതിൽ നിന്ന് വഫാത്തായി പോയി. ആ വഫാത്തായി പോയ ഉസ്താദ്മാർ ബഹുമാനപ്പെട്ട ശൈഖുന അഹ്മദ് ബാബു ഉസ്താദ്, ശൈഖുന ബൈത്താർ ഉസ്താദ്, ശൈഖുന തായക്കോട് ഉസ്താദ്, സയ്യിദ് അലി ഉസ്താദ് പോലെയുള്ള പ്രഗത്ഭരായ നമ്മുടെ ആത്മീയ ഗുരുവര്യന്മാരൊക്കെ വഫാത്തായി കിടന്നിട്ടുണ്ട്, വഫാത്തായി പോയിട്ടുണ്ട്. ഉള്ളാലത്താണ് ബഹുമാനപ്പെട്ട ബാബു ഉസ്താദിന്റെയും ബൈത്താർ ഉസ്താദിന്റെയും സയ്യിദ് അലി ഉസ്താദിന്റെയും മഖ്ബറ ഉള്ളതെങ്കിൽ തായക്കോടാണ് ബഹുമാനപ്പെട്ട തായിക്കോട് ഉസ്താദിൻ്റെത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മദനി കർണാടക സ്റ്റേറ്റ് സമിതി ഇൻഷാ അല്ലാഹ് ഈ എല്ലാ ഉസ്താദന്മാരെ സിയാറത്ത് ചെയ്ത് അവസാനം തായക്കോട് ഉസ്താദിന്റെ മഖ്ബറയിൽ പോയി ഖത്മുൽ ഖുർആൻ അവിടെ ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്തു വരാനുള്ള ഒരു യാത്രയുടെ വ്യവസ്ഥ ഇൻഷാ അല്ലാഹ് ഈ ആഗസ്റ്റ് മാസത്തിൽ അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ മദനിമാരും അതിന് ഒരുക്കമാണ്, തയ്യാറാണ്. സാദാത്തുകൾ നേതൃത്വം നൽകുന്നു, അതുപോലെ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകുന്നു. വളരെ ഭക്തിയുള്ള, വളരെ ബറക്കത്തിന്റെ ആ ഉസ്താദന്മാരുടെ പൊരുത്തവും നമുക്ക് അതുപോലെ അവിടെ ബറക്കത്തും ലഭ്യമാക്കുന്ന ഒരു യാത്രയാണ്. എല്ലാ മദനിമാരും അതിൽ ഉണ്ടായിരിക്കണേ എന്നും കൂടി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. മഹാനായ തങ്ങളുടെ ഹദറത്തിൽ വന്നത് തങ്ങൾ സന്തോഷിക്കട്ടെ. ആ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും അല്ലാഹു തആലാക്കി തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട മദനി സെൻട്രൽ കമ്മിറ്റി അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.